ഈ സദസ്സിൽ ധാരാളം സഹോദരിമാരുണ്ടാവും. ഏറ്റവും കൂടുതൽ വിഷമം സ്ത്രീകൾക്കാണ്. കാരണം അവരോട് വന്നിട്ട് മറ്റു സ്ത്രീകൾ വന്നിട്ട് ഈ വിഷയം ചോദിക്കുള്ളൂ, വേറെ ഒന്നും ചോദിക്കൂല. കുട്ടികളില്ലാത്തവരെ കണ്ട പിന്നെ ചില പെണ്ണുങ്ങൾക്ക് ഇളക്കാണ്. അവരോട് വന്നിട്ട് ഒന്നും ആയില്ലേ, വിശേഷമായിട്ട് തന്നെ നിങ്ങൾ സ്വർണത്തിന്റെ വളയായിട്ട് വരുമോ, ചുമ്മാ വെറുതെ ചോദിക്കാണ് ഇളക്കം. ഇവരിങ്ങനെ മാനസികമായിട്ട് ഇങ്ങനെ വ്രണപ്പെടുത്തുക, പ്രയാസപ്പെടുത്തുക. അത് ചില പെണ്ണുങ്ങൾക്കുള്ള സോക്കേടാണ്. ആ അസുഖം നിങ്ങൾ മാറണം, നിർബന്ധമായിട്ടും മാറ്റേണ്ട സ്വഭാവമാണ്. കാരണം നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വന്നു, നിങ്ങളോടാണ് ഇത് ചോദിക്കുന്നത് എങ്കിൽ ആ ഒരു ചിന്ത മതി. നമ്മളാണ് ആ ഒരു പൊസിഷനിലെങ്കിൽ എന്ന് ചിന്തിച്ചു നോക്കും. 10 വർഷമായിട്ട് നിൽക്കുകയാണ്, കുട്ടികളില്ലാതെ. അവരെല്ലാ ചികിത്സയും ചെയ്യുന്നുണ്ട്, ദിക്ർ എടുക്കുന്നുണ്ട്, ഔറാദ് കൊണ്ട് മാനസികമായ വിഷമത്തിൽ മുന്നോട്ട് പോവാണ്. അപ്പോഴും കാണുമ്പോൾ 10 പേരുടെ മുന്നിൽ വെച്ച് കുഞ്ഞിന് വിശേഷമൊന്നും ആയില്ലേ, വിശേഷമൊന്നും ആയില്ലേ, ഇവര് വിശേഷം ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കുകയാണ്. എന്ത് കാര്യത്തിന്? ഈ ആവശ്യമില്ലാത്ത വർത്താനാണ് ഈ ഉമ്മത്തിന് ഏറ്റവും വലിയ പ്രശ്നം. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. അവരുടെ സങ്കടവും വിഷമവും അവർക്കറിയാം. അവർ മാനസികമായി പ്രയാസപ്പെടാൻ ആ പെണ്ണിന്റെ മനസ്സിൽ ഇടുത്തി കൊടുക്കുകയാണ് ഈ സഹോദരിയുടെ ഭാഗത്ത്. ഒരിക്കലും നമ്മൾ ഗുണം ചെയ്യൂല ഇതൊന്നും. നമ്മുടെ നാവും മര്യാദയ്ക്ക് നന്നാക്കുക സഹോദരിമാരെ. ശ്രദ്ധിക്കുക നിങ്ങൾ. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത വർത്തമാനം? എന്തിനാണ് ഈ വെറുപ്പ് സമ്പാദിക്കുന്നത്? പരസ്പരം സ്നേഹവും സൗഹാർദ്ദവുമായി നിലകൊള്ളി. എത്ര കാലം ഇവിടെ ജീവിതമുണ്ട്? ആകെ 30-40 കൊല്ലമേ ജീവിക്കുള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും ജീവിതമില്ല. മനസ്സിലാക്കണം, ഒരുപാട് കാലമൊന്നും ഇവിടെ ജീവിതമില്ല. ഈ കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ പരസ്പരം സ്നേഹം പങ്കിട്ടുകൊണ്ട് ജീവിക്കും. വെറുപ്പും വൈരവും വിദ്വേഷവും മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കൊടുക്കാതെ. ഇതൊക്കെ രസമായിട്ട് കാണുന്നവരുണ്ട്. ഇതൊന്നും ഒരു രസമല്ല. ഇതൊക്കെ നിങ്ങളുടെ ആഖിറത്തിൽ ചോദ്യം ചെയ്യപ്പെടും. ഈ വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, കത്തിച്ചുരയ്ക്കുന്ന നരകം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി സാബ. ആ നരകത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടത് സ്ത്രീകളെയാണ്. അതിലൊരു പെണ്ണിനെ ഞാൻ കണ്ടു. നരകത്തിലെ നടുക്കളത്തിലുള്ള തൂണിലേക്ക് അവളുടെ നാവിനെ വലിച്ചു കെട്ടപ്പെട്ടതായിട്ടാണ് കണ്ടത്. നരകത്തിലെ തീജ്വാലകൾ പടർത്തിയിട്ടുള്ള തൂണിലേക്ക് അവളുടെ നാവിനെ വലിച്ചു കെട്ടപ്പെട്ടതായി ഞാൻ എന്റെ കണ്ണുകൾ കണ്ടുപോയി സാബ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ഫഖുൽതു ലിജിബ്രീൽ മൻ ഹാദിഹി യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ ഈ പെണ്ണ്, ഈ ഹതഭാഗിയായ പെണ്ണ് ഏതാണ്? നരകത്തിന്റെ നടുക്കളത്തിൽ തീജ്വാലകൾ പടർത്തപ്പെട്ട തൂണിലേക്ക് നാവിനെ വലിച്ചു നീട്ടി കെട്ടിയിട്ടിരിക്കുന്ന ഈ പെണ്ണ് ഏതാണ്? വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ടല്ലോ അവളെന്ന് അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് വയാ ഹബീബല്ലാഹ് ഹദിഹി ബദിയത്തുൽ ലിസാൻ ഐ തവീലത്തുൽ ലിസാൻ യാ റസൂലല്ലാഹ്. നാവിന് നീളമുള്ള പെണ്ണാണ് റസൂലേ. അഥവാ ദുനിയാവിൽ നാട്ടുകാരോട്, കൂട്ടുകാരോട്, സമൂഹത്തോട് മറ്റുള്ളവരെ കുറിച്ച് അപഹസിച്ചും കളിയാക്കിയും പുച്ഛിച്ചും നടന്നുകൊണ്ട് എല്ലാവരുടെയും മുന്നിൽ ആളാവാൻ കൊച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ട് നടന്നതായ പെണ്ണാ, അവളെയാണ് നരകത്തിന്റെ നടുക്കളത്തിലേക്ക് ഇങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുന്നത് എന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞുവെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. കാക്കുമാറാവട്ടെ. അതുകൊണ്ട് ആവശ്യമില്ലാത്തത് സംസാരിക്കരുത്. നബി തങ്ങൾ പറഞ്ഞല്ലോ, നാവും ലൈംഗിക അവയവവും ഈ 2 അവയവം സൂക്ഷിക്കാമെന്ന് ഏതെങ്കിലും ആൺകുട്ടി എനിക്ക് ജാമ്യം നിന്നാൽ അൽമല്ലഹുൽ ജന്ന, അവന് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്താണ് ഹദീസാണ്, ഞാൻ വെറുതെ പറയല്ല, ഹദീസ് പറഞ്ഞുതരാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മയ്യദമല്ലി മാ ബൈന ലിഹയൈഹി വമാ ബൈന ഫഖദൈഹി അൽമല്ലഹുൽ ജന്ന, അൽമല്ലഹുൽ ജന്ന.
താടിയല്ലുകൾക്കിടയിലുള്ള നാവിനെയും തുടയല്ലുകൾക്കിടയിലുള്ള ലൈംഗിക അവയവത്തെയും ആരെങ്കിലും ഹറാമിനെ തൊട്ട് സൂക്ഷിക്കാമെന്ന് എന്നോട് ജാമ്യം നിന്നാൽ, കാസർഗോഡുള്ളതാകുന്ന ചെറുപ്പക്കാരോട് സഹോദരിമാരോട് സ്നേഹത്തോടുകൂടി കുമ്മനമസാദ് ചോദിക്കാനുള്ളത്, 1400 വർഷം മുമ്പ് റസൂൽ നടത്തിയ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുള്ള ചെറുപ്പക്കാരുണ്ടോ? നാവിനെ സൂക്ഷിക്കാൻ കഴിവുള്ള ആൺകുട്ടികളുണ്ടോ? നാവിനെ ശ്രദ്ധിക്കാൻ കഴിയുന്ന പെൺകുട്ടികളുണ്ടോ? ലൈംഗിക അവയവത്തെ പരിപൂർണമായ ഹറാമിനെ തൊട്ട് സൂക്ഷിക്കാൻ ആരൊരുവന് തയ്യാറുണ്ടോ? 2 അവയവം സൂക്ഷിച്ചാൽ മതി, 2 അവയവം സൂക്ഷിച്ചാൽ മതി, സ്വർഗമുറപ്പാണ്. 1 നാവാണ്, താടിയല്ലുകൾക്കിടയിലുള്ള നാവ്. 2ാമത്തത് തുടയല്ലുകൾക്കിടയിലുള്ളതാകുന്ന ലൈംഗിക അവയവമാണ്. ഈ 2 സൂക്ഷിക്കാമെന്ന് ആരെങ്കിലും എന്നോട് ജാമ്യം നിന്നാൽ, അലമല്ലഹുൽ ജന്ന, അവന് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഏറ്റെടുക്കാൻ തയ്യാറുള്ള ആൺകുട്ടികളുണ്ടോ എന്നാ ചോദ്യം. ആരൊക്കെയാണ് വരേണ്ടത് ആൺകുട്ടികൾ മുന്നോട്ട്? അത് സുബൈരെ പന്ത് കളിക്കും ഉസ്താദ്, ആർക്കാണ്? അള്ളാഹു നമ്മുടെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. സുബൈ വരെ നിസ്കരിക്കാൻ പറ്റുമോ? ഖുർആൻ ഓതാൻ പറ്റുമോ? ദിക്ർ ചെല്ലാൻ പറ്റുമോ? അങ്ങനെ ചെയ്തിരുന്ന സാലിഹീങ്ങളുള്ള ഒരു തലമുറയല്ലേ നമുക്കിവിടെ നഷ്ടപ്പെട്ടു പോയത്. നമ്മൾ പറയും എന്റെ വല്യപ്പ നല്ല സാലിഹാണ്, എന്റെ വല്യുമ്മ നല്ല സാലിഹാണ്, എന്റെ ഉമ്മ സാലിഹത്താണ്, എന്റെ വാപ്പ സാലിഹാണ്. പിന്നെ എവിടുന്നാണ് പിഴച്ചത്? എവിടുന്നാ പിഴച്ചത്? എവിടെ മുതൽ ആ മക്കള് പിഴയ്ക്കാൻ തുടങ്ങിയത്? നമ്മുടെ തലമുറ മുതൽ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മൾ പറയും വാപ്പ സാലിഹ്, ഉമ്മ സാലിഹ്. ഉമ്മായ വാപ്പയെ കുറിച്ച് എല്ലാവർക്കും 100 നാവ. എന്റെ ഉമ്മ നല്ല ഖുർആൻ ഓതും ഉസ്താദ്, എന്റെ ഉമ്മ നല്ല റാഹത്തായിട്ട് ഖുർആൻ ഓതും, എന്റെ ഉമ്മ എല്ലാം ഇരുന്നിട്ട് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കും, സുബൈ വരെ ഖുർആൻ ഓത്താണ്, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മയായിരുന്നു. എന്നിട്ട് അതൊക്കെ പറഞ്ഞിരുന്ന് കരയുന്ന മക്കളാണ്. നമ്മളോ പള്ളിയിലോട്ട് കയറുപോലും, പള്ളിയുടെ മുന്നിൽ നിന്നിട്ട് റാഹത്തായിട്ട് തീറ്റം വലിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയേക്ക്. വേഗം ഇറങ്ങിയേക്കാണ്. ഇനി അവിടെ കൂടുതൽ നിസ്കരിക്കേണ്ടി വരുമല്ലോ എന്ന് പേടിച്ചിട്ട് വേഗം ചാടി ഇറങ്ങി ഓടി. ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പൊ എവിടെ മുതലാ പിഴച്ചത്? എവിടുന്നാ പിഴച്ചത്? നൂജൻ എന്നറിയപ്പെടുന്നതാകുന്ന ഈ ന്യൂ ജനറേഷൻ, പുതിയ കുട്ടികൾ, നമുക്കാണ് പിഴവ് പറ്റിയത്. നമ്മളാണ് ലഹരിക്കടിമപ്പെട്ടവർ, നമ്മളാണ് ഖുർആനുമായി ബന്ധമില്ലാത്തവർ, നമ്മളാണ് നിസ്കരിക്കാത്തവർ, നമ്മളാണ് അള്ളാഹുവിൻ്റെതാകുന്ന ദീനുമായി പുലബന്ധമില്ല, എന്നാൽ വലിയ സുന്നികളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഈ സമുദായത്തെ ഭരിക്കാൻ വേണ്ടി നിലകൊള്ളുന്നവർ. എന്തെങ്കിലും വിഷയം വരുമ്പോൾ സിന്ദാബാദ് ഒച്ചപ്പാടും വേണം. ദീനൊന്നും ഇതിന് കയ്യിലില്ല. ഇതെങ്ങനെ നമ്മൾ റെഡിയാവും? അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് ദീന് കൈവിട്ടു പോകാൻ പാടില്ല. ദീന് കൈവിട്ടു പോയാൽ എല്ലാം പോയി, എല്ലാം തകിടം പറഞ്ഞു. നിസ്കാരം 5 വഖത്ത് ശ്രദ്ധ വെക്കണം. അപ്പൊ നമ്മുടെ എല്ലാ ദുശീലങ്ങളും മാറും. ഈ കൂട്ടുകെട്ടുകളും ഈ അശ്ലീലതയും, എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നിട്ടുള്ള, ഒറ്റയ്ക്കൊക്കെ പോയിരുന്നിട്ടുള്ള സിനിമ കാണലും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൂട്ടുകാരെയൊക്കെ ആയിട്ട് ഡ്രഗ്സിന്റെ ലഹരിക്കാരുമായിട്ടൊക്കെ ഉള്ള ഒരു ബന്ധം, ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള ബന്ധം, അതൊക്കെ ഇല്ലാതാകും. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഞാൻ ഇന്ന് മഗ്രിബ് നിസ്കരിച്ചത് മാലിക് ദീനാർ പള്ളിയിലാണ്. അള്ളാഹു അവരുടെയൊക്കെ ദറജ ഉയർത്തുമാറാവട്ടെ. അപ്പൊ ഞാൻ മഗ്രിബ് ഇങ്ങനെ നിസ്കരിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കി, പലപ്പോഴും നിസ്കരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പള്ളി ഇങ്ങനെ നോക്കിയപ്പോൾ ആ പള്ളിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ മനോഹരമായി, അകത്തെ പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, വാഖിമിസ് സ്വലാ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. അപ്പൊ ഞാൻ ഓർത്ത് ഇന്ന് പ്രസംഗത്തിൽ ഇത് തന്നെ പറയാം, ഈ വിഷയം തന്നെ ആയിക്കോട്ടെ. നിസ്കാരം നീ നിലനിർത്ത്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. കാരണം ഈ നിസ്കാരം എല്ലാ തിന്മകളെ തടയുന്നതാണ്. വൽ മുൻകർ, എല്ലാ നികൃഷ്ടമാകുന്ന പ്രവർത്തനങ്ങളെ തടയുന്നതാണ് ഈ നിസ്കാരം. അല്ലാഹു പറയാണ്, നിസ്കാരം 5 വഖത്ത് ചിട്ട വെച്ചാൽ, കറക്റ്റ് സമയാസമയങ്ങളിൽ നിർവഹിച്ചാൽ നിന്നിൽ കള്ളുകുടി ഉണ്ടാവില്ല, നിന്നിൽ ലഹരി ഉണ്ടാവില്ല, നിന്നിൽ ഒരു അശ്ലീലതയും ഉണ്ടാവില്ല. കറക്റ്റ് ആയിരിക്കണം. ഒരൊറ്റ ദിവസം പോലും അതിൽ മാറ്റം വരാൻ പാടില്ല. ബാങ്ക് വിളിച്ചാൽ അപ്പൊ നീ പള്ളിയിൽ കയറണം. ഇഖാമത്ത് കൊടുത്ത് അത്തയ്യാത്ത് ഇമാം ഇരിക്കുമ്പോ കയറുന്ന പരിപാടിയുണ്ട്, അതല്ല, ആ ശീലം പറ്റൂല. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ സല്ലാ 40 യൗമൻ യുദ്രികു തക്ബീറത്തൽ ഊലാ ഫീ ജമാഅത്തിൻ കുതിബ ലഹു ബറാഅത്താൻ.
ആരൊരുവൻ 40 ദിവസം കൃത്യമായി ജമാഅത്ത് ശീലിച്ചുകൊണ്ട് ഏതെങ്കിലും പുരുഷന്മാർ സ്വന്തം മക്കളെയും കൂട്ടിക്കൊണ്ട് പള്ളിയിലെത്തിക്കൊണ്ട് 40 ദിവസം കൃത്യമായി ജമാഅത്ത് ശ്രദ്ധിച്ചാൽ, ഒരു ജുമുഅ കളയാതെ, ഒരു ജമാഅത്ത് കളയാതെ സുബഹിയും ളുഹറും അസ്റും മഗ്രിബും ഇശാവും കൃത്യമായി നിസ്കരിക്കുന്നതായ ഏതൊരു മുസ്ലിമുണ്ടോ, കുതിബ ലഹു ബറാഅത്താൻ, 2 മോചനപത്രം അവന് ഉറപ്പാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. 2 മോചനപത്രം അല്ലാഹു രേഖപ്പെടുത്തും. 40 ദിവസം കൃത്യമായി ജുമുഅ ജമാഅത്ത് ശ്രദ്ധിച്ചാൽ മതി. ഇമാമിനോടൊപ്പം യുദ്രിക്കു തക്ബീറത്തുൽ ഊല, ഇമാമിനോടൊപ്പം ആദ്യത്തെ തക്ബീറത്തുൽ ഇഹ്റാം, ഇമാമ കൈകെട്ടുമ്പോൾ അവൻ അവിടെ ഉണ്ടാവണം. അതിനോട് യോജിച്ചുകൊണ്ട് അവ്വൽ തക്ബീറിൽ അവനും കെട്ടണം. അങ്ങനെ ജമാഅത്ത് ശ്രദ്ധിച്ചാൽ 2 മോചനപത്രം ഉറപ്പാണ്. ഒന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, കുതിബ ലഹു ബറാഅത്തും മിനൻ നിഫാഖ്, കാപട്യത്തിലുള്ള മോചനമാണ് ഒന്ന്. രണ്ടാമത്തത് ബറാഅത്തും മിനൻ നാർ, നരകത്തിൽ നിന്നുള്ള മോചനപത്രമാണ് എന്നും നബിയുനാ റസൂലുള്ളാഹി. 2 മോചനപത്രം തരും അല്ലാഹു. അത് 2 നമുക്ക് മേടിക്കാൻ തൗഫീഖ് തരട്ടെ. 2 സർട്ടിഫിക്കറ്റ് തരികയാണ്. ഏതാ 2 സർട്ടിഫിക്കറ്റ്? ഒന്ന്, 40 ദിവസം കറക്റ്റ് നിസ്കരിച്ച ബദർ പള്ളിയിൽ വന്നിട്ട് അവ്വൽ വഖത്ത് നിസ്കരിക്കണം. നീ അവിടെ വേണ്ട ഏത് പള്ളിയിലാണോ ഇങ്ങനെ യാത്ര ചെയ്യുന്നവനാ, ആ യാത്ര ബാങ്ക് വിളിക്കുന്ന സമയം എന്തായാലും അറിയാലോ, അതിന് മുമ്പ് തന്നെ പള്ളിയിൽ കയറാൻ നോക്കണം. അതാ വേണ്ടത്. അപ്പൊ ജമാഅത്ത് കറക്റ്റ് കിട്ടും. ബാങ്ക് വിളിച്ചിട്ട് വീട്ടിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന പരിപാടി അത് വേണ്ട, അതിന് മുമ്പ് പോവാ. അതിനെന്ത് വേണം? പള്ളിയിൽ ചെന്നിട്ട് ഒരു വക്കത്തിന് മൊബൈൽ എടുത്ത് വെച്ചിട്ട് റാഹത്തായിട്ട് ആ നിസ്കാരത്തിന് ടൈം ടേബിൾ ഒന്ന് ഫോട്ടോ എടുത്ത് വെച്ചേക്കാം. ചേഞ്ച് വരികയാണെങ്കിൽ 1-2 മിനിറ്റ് വരുവുള്ളൂ. നിനക്ക് ജമാഅത്ത് ഒരിക്കലും മുടങ്ങൂല. 40 ദിവസം പക്കായിട്ട് കിട്ടും. എനിക്കാണ് മൊബൈൽ, അല്ലാതെ ഇതിനകത്ത് നോക്കിയോണ്ട് റാഹത്തായിട്ട് ഇന്ന് ആരെങ്കിലും കട ഉദ്ഘാടിക്കാൻ വന്നോ, കെട്ടിവെച്ചോൾ ഇന്ന് എവിടെയെങ്കിലും കട ഉദ്ഘാടിക്കാൻ വന്നോ, ഉണ്ടെങ്കിൽ അവിടെ പോകാം എന്നും പറഞ്ഞ് കാത്തിരിക്കുകയാണെങ്കിൽ, അത് നോക്കാനാണെങ്കിൽ മൊബൈൽ കൊണ്ടെന്ന് നമ്മളതാണ് പരിപാടി. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അള്ളാഹു ഞങ്ങളെ നീ സാലിഹീങ്ങളെ ചേർക്കണേ അല്ലാ. നിസ്കാരം ചിട്ടവെക്കുന്ന മോമിനീങ്ങളെ ചേർക്കണേ അല്ലാ. കാപട്യത്തിൽ നിന്നുള്ള മോചനപത്രം ഉറപ്പാണ്. രണ്ടാമത്തെ എന്താ? ബറാഅത്തും മിനന്നാർ, നരകത്തിൽ നിന്നുള്ള മോചനപത്രം. 2 മോചനപത്രം കിട്ടും. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ ആവട്ടെ. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ്സലാഹ് ഖാമൂ കുസാലാ യുറാഊന الناس ولا يذكرون الله إلا قليلا مذبذبين بين ذلك لا إله هؤلاء ولا إله هؤلاء. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ് കപടതയുടെ മുഖമണഞ്ഞവരെന്ന് വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ആരാണ് വിശ്വാസികളിൽ കടന്നുകൂടിയിട്ടുള്ള യഥാർത്ഥ മുനാഫിക്കുകൾ? ആരാണ്? കാപട്യത്തിന്റെ വാഹകരാരാണ്? അല്ലാഹുവിന്റെ ഖുർആൻ അടയാളപ്പെടുത്തുകയാണ്. ചിന്തിക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ, ആരാണ് മുനാഫിഖ്, ആരാണ് മുഅ്മിൻ? അള്ളാഹ് പറഞ്ഞു തരാം. അത് ശരിക്കും ശ്രദ്ധിച്ചോ. അടയാളം മാത്രമേ ഞാൻ പറയുള്ളൂ, ആരെയും ഞാൻ മുനാഫിക്കാന്ന് പറയൂല. അടയാളങ്ങൾ മാത്രം ഖുർആനിൽ പറഞ്ഞത് പറയാൻ. ശരിക്കും ശ്രദ്ധിച്ചോ. നമ്മൾ ആ കൂട്ടത്തിൽ നിന്ന് പെടാതെ അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ. അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കുന്നതിന് മടി വെച്ചുകൊണ്ട്, അലസത വെച്ചുകൊണ്ട്, റബ്ബിനോട് കുതന്ത്രം പ്രയോഗിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ആളുകളുണ്ട്. എന്നാൽ മനസ്സിലാക്കണം, അവർക്കെതിരിൽ അല്ലാഹു തന്ത്രം മെനയുന്നുണ്ട്. വൈദാ ഖാമൂ ഇലസ്സലാ ഖാമൂ കുസാലാ. നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ, ബാങ്ക്
വിളിക്കപ്പെട്ടാൽ, ഇഖാമത്ത് കൊടുക്കപ്പെട്ടാൽ നിസ്കാരത്തിന് വേണ്ടി എത്തുന്നതാകുന്ന മനുഷ്യനാണ്. പക്ഷെ മടിയാണ്, അലസതയാണ്. മുനാഫിക്കിന്റെ ഏറ്റവും വലിയ അടയാളം നിസ്കാരത്തിന് മടിയാണ്, അലസതയാണ്. ഹയ്യ അലസ്സലാ, ഹയ്യ അലൽ ഫലാഹ്. നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് അള്ളാന്റെ പള്ളിയിൽ നിന്ന് ശ്രവണ സുന്ദരമായ ബാങ്കുലികൾ അവന്റെ കർണപുടത്തിലേക്ക് അലയൊലി കൊള്ളുമ്പോ ആ ബാങ്ക് വിളിക്ക് ഉത്തരം കൊടുക്കാതെ കളിച്ചും രസിച്ചും രമിച്ചും നടക്കുന്നതായ മനുഷ്യരാണ്. കാസർഗോഡ് ജില്ലയിലേക്ക് നിങ്ങൾ നടന്നു നോക്കി, എത്രയോ കിലോമീറ്ററുകൾക്ക് ദൈർഘ്യത്തിൽ കാണാം. അതാ എത്രയോ ടറഫുകളാണ് രാത്രിയിൽ ജീവസുറ്റതാക്കിയിട്ടുള്ളത്. ഈ വാതിന്റെ മദ്രസയിൽ വന്നതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് ഇതേ സമയത്ത് തന്നെ ബേക്കറിൽ കളി നടക്കുകയല്ലയോ. ആയിരക്കണക്കിന് കുട്ടികളല്ലയോ, ചെറിയ കുട്ടികളല്ലയോ ആ ടറഫിലേക്ക് വന്നു ചേർന്നിട്ടുള്ളത്. അവിടെയുള്ള കളികൾ കാണാൻ ഗ്രൗണ്ടിൽ വന്നു ചേർന്ന് നിലകൊള്ളുകയാണ്. എത്രയോ അപകടങ്ങൾ പിടഞ്ഞിട്ടുണ്ട്, മുമ്പുണ്ടായിട്ടുണ്ട്. എന്നിട്ട് പോലും പാഠം പഠിക്കാത്ത മനുഷ്യൻ വീണ്ടും കളികളും രസിക്കുകയാണ്, അതിന്റെ പിറകിൽ കൂടുകയാണ്. ലക്ഷങ്ങളെ ചെലവഴിക്കാൻ ആളുകളുടെ ബാക്കിയാണ്. മുസ്ലിം സമുദായത്തിലെ പണക്കാര്, പണത്തിന്റെ പളവളപ്പിൽ വിരാജിക്കുന്നവർ, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ചോദിക്കുമ്പോൾ കൊടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ ഇത്തരത്തിലുള്ളതാകുന്ന ടറഫുകളിലേക്ക്, കളികളിലേക്ക്, ഗാനമേള പരിപാടികളിലേക്ക് ലക്ഷങ്ങൾ കൊടുക്കാൻ തയ്യാറാകുന്ന കാലഘട്ടമല്ലയോ. ചെറുപ്പക്കാര് മുഴുവന് രാത്രി മുഴുവനും ഉറക്കമൊഴിക്കുകയാണ്. ഖുർആൻ ഓതാൻ ഉറക്കമൊഴിച്ചിരുന്ന ഔലിയാക്കളുടെ നാടാണിത്. മാലിക് ബിൻ ദീനാർ സംഘവും പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രസരണത്തിന് വേണ്ടി കടന്നു വന്നതാകുന്ന പുണ്യഭൂമികയല്ലയോ ഈ നാട്ടിലുള്ള മക്കൾ. അവരൊരു രാത്രിയിൽ ഖുർആൻ ഓതിയിരുന്നതാകുന്ന അതേ രാത്രിയിൽ ഇന്ന് പന്ത് കൊളിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. ഖുർആനിനെ തിരസ്കരിക്കുന്ന മക്കളായി മാറി, വിക്ർ ചൊല്ലാത്ത മക്കളായി മാറി. അള്ളാഹുവിനെ വാഴ്ത്തിയിരുന്നതാകുന്ന മഹൽ വനിതകളുള്ള കാലഘട്ടമായിരുന്നു. ഇന്നതിന് പകരം രാത്രിയിലെ ടറഫുകൾ ഇരുന്നുകൊണ്ട് ആരവമാണ്, സിന്ദാബാദ് വിളിക്കുകയാണ്. അവനവന്റെ ടീമിന്റെ ട്രോഫിക്ക് വേണ്ടി രാത്രി മുഴുവനും അധ്വാനിക്കുകയാണ്. മണിക്കൂറുകൾ ആയിരങ്ങൾ കൊടുത്തുകൊണ്ട് കളിക്കാൻ നമ്മുടെ ചെറുപ്പക്കാരുടെ കൈവശം സമ്പത്തുണ്ട്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കാൻ ജുമാക്ക് അവന്റെ മുന്നിൽ വരുന്ന ബക്കത്തിൽ പാവപ്പെട്ടവന്റെ മുന്നിൽ വരുമ്പോൾ അവന്റെ മുന്നിൽ നിന്നുകൊണ്ട് കൈനീട്ടി യാചിക്കുമ്പോ, വിധവകളാകുന്ന സഹോദരിമാർ വന്നുകൊണ്ട് യാചന നടത്തുമ്പോ അവർക്കൊരു നയാ പൈസ കൊടുക്കാനില്ല എന്ന് പറയുന്ന ചെറുപ്പക്കാരെ, യുവാക്കളെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. അള്ളാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതിക്കൊണ്ട് പഠിപ്പിക്കുകയാണ്. നിസ്കാരത്തിന് വേണ്ടി ബാങ്ക് മുഴങ്ങിയാൽ മടിയാണ്, അലസതയാ. മഗ്രിബിന് തുടങ്ങുന്ന ടറഫിന്റെ കളി സുബഹി വരെ നീണ്ടു നിൽക്കുന്ന യുഗത്തിലല്ലയോ 2024 നമ്മൾ ഈ പ്രസംഗം നടത്തുന്നത്. എവിടേക്കാണ് ഈ സമുദായത്തിന്റെ മക്കൾ പോകുന്നത്? അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. പരിപൂർണമായ സംരക്ഷണം നീ നസീബാക്കണേ അല്ലാ. റൂഹേ ബയാൻ മജ്ലിസിൽ ഇരുന്നുകൊണ്ട് പൊട്ടിക്കരയുകയാണ് ഉമ്മമാര്. അല്ലാഹു എന്റെ മകനെ സാലിഹാക്കി തരണേ അല്ലാ. എങ്ങനെ സാലിഹാകും ഉമ്മ? ഔലിയാക്കൾ ഉറക്കമഴിച്ച രാത്രിയിൽ നിന്റെ മകൻ പോയിരുന്നുകൊണ്ട് പന്ത് കളിക്കാൻ തയ്യാറാവുകയല്ലയോ. എന്റെ മകളെ സാലിഹാക്കി തരണേ അല്ലാ. എങ്ങനെ സാലിഹാകും ഉപ്പ? മകളെ രാത്രി മുഴുവന് കാമകരമായി വാട്സാപ്പിലൂടെ ചാറ്റിംഗ് അല്ലയോ, അവരുടെ ശരീരം കൊണ്ടുപോയ ഹറാമായ തലത്തിലേക്ക് കൊണ്ടുപോകുകയല്ലയോ. എങ്ങനെയാണ് ദീൻ പരിപൂർണമായി മക്കളെ ഏറ്റെടുക്കുക? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര വ്യക്തമായിട്ടാണ് ഖുർആൻ ഓതിക്കൊണ്ട് പറഞ്ഞു തന്നത്. നിസ്കരിക്കാൻ അലസതയാണ്, മടിയാണ്. അങ്ങനെ മടിവെക്കുന്ന മുസ്ലിം ഉണ്ടോ? മുനാഫിഖാണ്, കപട വിശ്വാസിയാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. ബാങ്ക് വിളിക്കുന്ന പള്ളിയിലേക്ക് കയറാൻ നിനക്കും നിന്റെ മക്കൾക്ക് മടിയുണ്ടെങ്കിൽ പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട വാപ്പ, പൊന്നമക്കളെ. നീ കപട വിശ്വാസിയിൽ പെട്ടുപോയി എന്ന് പരിശുദ്ധമായ ഖുർആൻ. വൈദാ ഖാമൂ ഇലസ്സലാ ഖാമൂ കുസാലാ. നിസ്കരിക്കാൻ നിൽക്കുമ്പോ മടിയാണവർക്കെന്ന് വിശുദ്ധമായ ഖുർആൻ. വേറൊന്നിനും മടിയില്ല. നിസ്കാരത്തിന് വരുമ്പോ അവൻ ആൺകുട്ടിയല്ല എന്ന് പറഞ്ഞാൽ അതിനോടൊരു ആർജവോ സ്നേഹമോ താല്പര്യമോ അതിനൊരു ചുണയോ ഇല്ല.
ഇതിനോടൊരു താല്പര്യമൊന്നുമില്ല. പന്ത് കളിക്കാൻ റെഡി, എവിടെ പോണ്ട്, വണ്ടി എടുത്തോണ്ട് ചാടി ഇറങ്ങാൻ, അതിനെല്ലാം ചുണയാണ്. കരിക്കാൻ പള്ളിയിലോട്ട് കയറാനും ബാങ്ക് വിളിച്ചാൽ പോലും പള്ളിയിൽ കയറുന്നില്ല. ഇക്കാമത്ത് കൊടുക്കുമ്പോ ഇവൻ കയറും എങ്ങോട്ട്, ഏത്തിക്കാഫ് എവിടെ, കക്കൂസിനകത്തോ ടോയ്ലറ്റിനോട് കയറിയിരിക്കുക. പിന്നെ അരമണിക്കൂർ അതിനകത്താണ് പോറ്റൊക്കെ വലിച്ച് റാഹത്തായിട്ട് അതിനകത്തിരിക്കുക. ഹാജിയാര് അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. ചിലർക്ക് പള്ളിയിലെ ബാത്റൂം കണ്ട രണ്ടെണ്ണം ഭരിക്കണം, 2 ബഫ് അഫാടാ. കാസർഗോഡ് ജില്ലയില് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു ഏറ്റവും കൂടുതൽ സിഗരറ്റ്, ഇലക്ട്രിക് സിഗരറ്റ് ഉപയോഗിക്കുന്ന മക്കള് നമുക്കിടയിൽ കൂടി വരികയാണ്. ഗവൺമെന്റ് നിരോധിച്ച സാധനമാണ് ഇന്ത്യയിൽ സിഗരറ്റ്, ഇലക്ട്രിക് സിഗരറ്റ്. രാജ്യത്ത് പാടില്ല എന്നാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ ഉസ്താദിന് വേണമെന്ന് കഴിക്കുന്നത്. ആരാണ്